നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം, അപ്പുറത്ത് രമ്യം വന്ന് നിൽപ്പുണ്ട്. രാജു, നമ്മളിങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന ശരിയാവില്ല. സത്യം പറയാലോ, ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഒരു തെറ്റ് ചെയ്തു. അതിനെന്നെ വഴക്ക് പറയാനും അടിക്കാനും ഒക്കെയുള്ള അവകാശവും അധികാരവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമേ അച്ഛനും അമ്മായിയും ചെറിയമ്മയും എന്നോട് ചെയ്തുള്ളൂ. ഞാൻ അതുകൊണ്ടല്ല ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. ശരിക്കും ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ടാ. ശരി, എനിക്ക് മനസ്സിലായി. മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ദേ, ഇതെല്ലാം കാറി കൊണ്ടുവച്ചിട്ട് കാർ ഒതുക്കി ഇട്ടേക്കെ. ശരി മാഡം. ഇനിയും നിങ്ങൾ സംസാരിച്ചു നിന്നാലേ ശുഭമുഹൂർത്തം കഴിഞ്ഞു പോകും. പൂജ ഉടനെ തുടങ്ങണം. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം അങ്ങ് പോയി. തിരുമേനി പൂജ തുടങ്ങിക്കോളൂ. എങ്കിൽ വധൂവരന്മാരെ കൂട്ടിരുന്നോളൂ. ആദ്യം ഒരുത്തി വന്നു, പിന്നെ വൃത്തം വന്നു, പിന്നെ ഒരുത്തി വന്നു. ഇനി ഏതവനാടി വരുന്നത്? ഒന്ന് മിണ്ടായിരിക്കും ചേട്ടാ. അല്ല, സ്കൂള് വിട്ട കണക്കെ ഓരോരുത്തരോരുത്തർ കയറി വരുന്നുണ്ട് പറഞ്ഞു പോയത്. ഇനി വധുവും വരനും പൂജാമുറിയിൽ പോയി നിലവിളക്ക് കൊളുത്തി വരണം. രാജു, നമ്മള് പൂജാമുറി പോയി വിളക്ക് കത്തിച്ച് കൊണ്ടു ചെല്ലണമെന്നല്ലേ പറഞ്ഞത്? മാഡം, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇതിലെന്താ രാജു തെറ്റ്? എന്റെ സാഹചര്യം കൊണ്ട് ഒരു കള്ളം പറയേണ്ടി വന്നു. ആ കള്ളം പൊളിയാതിരിക്കാൻ മറ്റൊരു കള്ളം കൊണ്ട് ആ കള്ളം മറച്ചു പിടിക്കുന്നു. ഈ ലോകത്ത് എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളായത്. അതിനെന്നെ രാജു സഹായിക്കില്ലേ? അറിയാം മാഡം, സഹായിക്കുകയും ചെയ്യും, ഉറപ്പാണ്. പക്ഷേ എന്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. ഈ പൂജ നടന്നാൽ അത് വിവാഹത്തിന് തുല്യ. ഞാൻ പറഞ്ഞില്ലേ മാഡം, എനിക്ക് മാഡത്തിനെ അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു യജമാനത്തോടുള്ള ഭയഭക്തി ബഹുമാനം കലർന്ന ഒരു സ്നേഹമാണ് എനിക്ക് മാഡത്തിനോടുള്ളത്. അങ്ങനെയുള്ള ഞാൻ മാഡത്തെ ഭാര്യയായിട്ട് കാണേണ്ടി വന്ന എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രാജു. ഞാൻ രാജുവിനെ മനസ്സിലാക്കാൻ മയക്കിപ്പോയി. രാജുവിന്റെ മനസ്സിൽ എനിക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്ന് അന്വേഷിക്കാതെ ഞാൻ രാജുവിനെ എന്റെ മനസ്സിൽ കയറ്റിവെച്ചു. എന്റെ തെറ്റാ, അറിയാം. രാജുവിനറിയാലോ, ഞാൻ രാജുവിന്റെ കൂടെ ഇവിടെ വന്നപ്പോ മാത്രം രമ്യയായിട്ട് രാജുവിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞില്ലേ? എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. മാഡം, കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്നെ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ പൂജ ശരിയായ രീതിയിൽ നടക്കാൻ പാടില്ലെന്നാ. രാജു, രാജു ഇതിനെ ഒരിക്കലും ഒരു കല്യാണമായിട്ട് കാണണ്ട. ഒരഭിനയം അത്രമാത്രമായി കാണ.
സിനിമയിലും സീരിയലിലും നാടകത്തിലും ഒക്കെ എത്രയോ പേര് കല്യാണം കഴിക്കുന്നതായി അഭിനയിക്കുന്നു. അവരൊക്കെ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുകയാണോ? അല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ രാജു? രാജു, രാജു, അമ്മായി ജനലിനടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നോക്കരുത്. മാഡം, അപ്പുറത്ത് രമ്യം വന്ന് നിൽപ്പുണ്ട്. രാജു, നമ്മളിങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന ശരിയാവില്ല. സത്യം പറയാലോ, ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഋതിക മാഡത്തിന് അറിയാമോ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന്? അതെന്താ രാജു ഇത്ര ഭാഗ്യവാനാണെന്ന് പറയാൻ കാരണം? ആ, മാഡത്തിനെ എനിക്ക് കിട്ടിയില്ലേ? ഇതിൽ കൂടുതല് എന്ത് ഭാഗ്യ എനിക്ക് വരാനുള്ളത്? എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പാണ് ഇപ്പൊ സഫലമായതെന്ന് രാജുവിന് അറിയാമോ? അത് എനിക്കെല്ലാം അറിയാം മാഡം. മാഡം എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്നും എത്രമാത്രം എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നും എല്ലാം എനിക്കറിയാം. ആ, പക്ഷേ ഒരുമിക്കാനുള്ള സമയമാകുമ്പോഴേ ഒരുമിക്കാൻ കഴിയൂ. നമ്മുടെ സമയം എത്തിയതേ ഉള്ളൂ. ഈ വിവാഹസൂക്ത പൂജ കഴിഞ്ഞാലേ മാഡം എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയായി കഴിഞ്ഞു. ഈ പൂജ കൂടി കഴിഞ്ഞ എനിക്ക് ധൈര്യത്തോടെ പറയാം, രാജുവാണ് എന്റെ ഭർത്താവെന്ന്. എനിക്കിനി ഈ ജീവിതം മുഴുവൻ അറിയപ്പെടാൻ ഈ ഒരു അഡ്രസ് മതി. രാജുവിന്റെ ഭാര്യ. രാജുവിന്റെ ഭാര്യയാണ് ഋതിക എന്ന്. അയ്യോ, പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തണ്ടേ? അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അംബിക മേഡം, അംബിക മേഡം എന്താ അവിടെ നോക്കുന്നേ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടേ പെണ്ണിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോന്ന് നോക്കിയതാ. അതെ, ഈ ജനലിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ടാണോ നന്നായിട്ട് നോക്കുന്നുണ്ടോ നോക്കുന്നേ? നിങ്ങൾക്കൊന്നും ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാനങ്ങ് പോയേക്കാം. വേണമെങ്കിൽ പോവൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. മാഡം, ഒരു മിനിറ്റ്. മാഡം സത്യത്തില് നല്ല മനസ്സോടുകൂടി തന്നെയാണോ ഈ പൂജയിൽ പങ്കെടുക്കാൻ വന്നത്? അതെന്താ നീ അങ്ങനെ ചോദിക്കാൻ? ഇപ്പൊ ഞാനാണ് മാഡത്തിന്റെ സ്ഥാനത്തെന്ന് വിചാരിക്കുക. എന്റെ മകന് വേണ്ടി കണ്ടെത്തിയ പെണ്ണിനെ വേറൊരുത്തൻ പ്രേമിച്ച് കല്യാണത്തിന്റെ അന്ന് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നെ വന്ന് കണ്ട് ഇന്ന് പൂജയാണ്, പങ്കെടുക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞ ഞാൻ ഇവിടെ വന്ന് ഈ പൂജയും മാരണോ എല്ലാം അലങ്കോലപ്പെടുത്തുകയുള്ളൂ, അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.